ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പരിശുദ്ധ കർമ്മല മാതാവ് റൂഹായും ചേർന്ന് നയിക്കുന്ന ശക്തമായ അഭിഷേകമുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുടുംബാംഗങ്ങളെയും കാർമൽ റൂഹ മക്കളെ സ്വാഗതം ചെയ്യുകയാണ്. വെള്ളിയാഴ്ച, ഈ വരുന്ന വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളും, ശനിയാഴ്ച മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ തിരുനാളും നമ്മൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഈശോയുടെ തിരുഹൃദയം പോലെ എൻ്റെ ഹൃദയവും അനുയോജ്യമാക്കണമേ, അങ്ങയുടെ ഹൃദയത്തിന് അനുയോജ്യമാക്കണമേ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. ലൂക്ക 1:38 അമ്മ ഏറ്റു പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം എന്നിൽ നിറവേറട്ടെ. നമ്മുടെ ഹിതങ്ങൾ മാറ്റിവെച്ച് ധ്യാനത്തിന് വരുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് നമ്മുടെ ഇഷ്ടം നടക്കണം, അത് നടന്നേ പറ്റൂ എന്നുള്ള വാശിയോടെയാണ് നമ്മൾ ധ്യാനത്തിന് വരുന്നത്. എന്നാൽ നമ്മുടെ ഹിതവും ദൈവത്തിൻ്റെ ഹിതവും ആകാശവും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് പോലെ അത്രയും വ്യത്യസ്തമാണ്. അപ്പം ദൈവത്തിൻ്റെ ഹിതത്തോട് നമ്മൾ ചേർത്ത് വെച്ച് അവിടുത്തെ തിരുഹൃദയ ചെപ്പിൽ നമ്മളെ അടയ്ക്കണമേ, തിരുഹൃദയത്തിലിരുന്ന് യാത്ര ചെയ്യാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 1:1 മുതൽ നമ്മളിപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങൾ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവർത്തികൾ സഫലമാകുന്നു. എന്നാൽ ദുഷ്ടർ അങ്ങനെയല്ല, അവർ കാറ്റു പരത്തുന്ന പതിരു പോലെയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനം നമ്മൾ പലവട്ടം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയ തിരുനാളിനെ നമുക്ക് ഏറ്റവും തീക്ഷ്ണമായിട്ടൊരുങ്ങാം. തിരുനാളുകളിൽ വെച്ച് മഹാ തിരുനാളായ ഈ തിരുഹൃദയത്തിൽ മാത്രമാണ് നമുക്ക് ആശ്വാസവും അഭയവും ശരണവും ശക്തി കേന്ദ്രവും ഫലവും സംതൃപ്തിയും എല്ലാം കിട്ടുന്നത് ഈശോയുടെ തിരുഹൃദയത്തിനരികെയായിരിക്കുമ്പോഴാണ്. നമ്മുടെ എല്ലാ വേദനകൾ, വിഷമങ്ങൾ, നിരാശകൾ, ദുഃഖങ്ങൾ, പീഡകൾ, നൊമ്പരങ്ങൾ, മറ്റാരോടും പറയാനാകാത്ത വേദനകൾ, ആരോട് പങ്കുവെക്കാനാവാത്ത രഹസ്യ ദുഃഖങ്ങൾ, രഹസ്യ പാപങ്ങളെല്ലാം ആ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കൊടുക്കാം. ഇന്നും നാളെയുമായി നല്ലൊരു കുമ്പസാരം നടത്തിക്കൊണ്ട്, വിശുദ്ധ കുമ്പസാരത്തിലൂടെയാണ് ആ കരുണക്കൂട്ടിലിരിക്കുന്ന ഈശോയുടെ അടുത്താണ് നമ്മൾ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കേണ്ടത്. നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച ഒരു യേശു ക്രിസ്തു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു വലിയ അഭിഷേകത്താൽ മുന്നോട്ട് പോകാം. ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ആമേൻ.